ഹലോ ഗൈസ്, ഇന്ന് നമ്മളെല്ലാവരും കൂടി ഗുരുവായൂർ പോകാൻ കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് ഞങ്ങളുടെ അച്ഛൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. സോ എല്ലാം കൊണ്ട് ഒരു നല്ല ദിവസമാണെന്ന്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 7 മണിയായപ്പോഴേക്ക് ഇറങ്ങിട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം 2 മണിക്കൂറോളം യാത്രയുണ്ട് ഗുരുവായൂർക്ക്. ഇടയിൽ നമ്മൾ എന്നിട്ട് ഫുഡ് കഴിക്കാൻ നിർത്തിട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. അങ്ങനെ നമ്മൾ ആദ്യം കയറിയത് മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലാട്ടോ. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഏകദേശം അടുത്തായിട്ട് തന്നെയാണ് ഈ അമ്പലം വരുന്നത്. മഹാദേവൻ്റെ ഒപ്പം തന്നെ മഹാവിഷ്ണുവിന് ഈക്വൽ സ്ഥാനം കൊടുക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ മമ്മിയൂർ. അങ്ങനെ അവിടുത്തെ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് നടന്നിട്ട് അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ അമ്പലത്തിലേക്ക്. നമ്മളൊരു സൈഡ് ഗേറ്റിൽ കൂടെ ഉണ്ടോ അമ്പലത്തിലേക്ക് കയറിയത്. അപ്പോൾ ഇന്ന് ഉത്സവം ആയതുകൊണ്ട് തന്നെ കുറേ തിരുവാതിര കളികളൊക്കെ നടക്കുന്നുണ്ടായി. അങ്ങനെ തിരുവാതിര കളികളൊക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ നടയിൽ പോയിട്ടു. നമുക്ക് മെയിൻ ഉള്ളിലേക്ക് കയറാൻ സാധിച്ചില്ല. എന്നാലും നമ്മൾ അകത്തൊക്കെ കയറി വലം വെച്ച് പുറത്തിറങ്ങി. ഉത്സവം നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു അമ്പലത്തിൻ്റെ അകത്ത് കയറാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. പിന്നെ ഇത് നമുക്ക് പായസം വാങ്ങിക്കാനുള്ള ക്യൂ ആണ്. നമ്മൾ ചെന്ന ടൈമിൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതായിരുന്നു എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ അന്നദാനത്തിനുള്ള ഫുഡ് പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. പച്ചക്കറികളൊക്കെ അരിഞ്ഞ് അത് സപ്ലൈ ചെയ്യലായിരുന്നു. അങ്ങനെ നമ്മുടെ ഫുള്ള് തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ക്യൂയിൽ പോയിട്ടു. ഉത്സവത്തിന് സ്പെഷ്യലായി കിട്ടുന്ന സാധനമാണ് നമുക്ക് കഞ്ഞിയും പുഴുക്കും. അപ്പോൾ അത് കിട്ടാൻ തന്നെ നല്ല ക്യൂ ആയിരുന്നു. നമ്മൾ 2 മണിക്കൂറിനേലധികം നമ്മൾ ക്യൂ നിന്നിട്ടാണ് നമുക്ക് ഈ പ്രസാദം കിട്ടിയത്, കഞ്ഞിയും പുഴുക്കും. പാലയുടെ പ്ലേറ്റിലാണ് കേട്ടോ നമുക്ക് കഞ്ഞിയും മുതിരയും പിന്നെ പപ്പടം ഉണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പ്രസാദം വാങ്ങിച്ചു. പിന്നെ നമ്മൾ വീണ്ടും നടയിൽ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ തിരിച്ചിട്ടോ. നമ്മൾ തിരിച്ചിറങ്ങിയപ്പോഴേക്കും 2 മണിയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ പുറത്ത് നല്ല വെയിലായിരുന്നു, നല്ല ചൂടും വെയിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വഴിയിൽ കരിക്ക് കണ്ടപ്പോൾ നമ്മളങ്ങനെ കരിക്ക് കുടിക്കാൻ നിർത്തി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അച്ഛന് സർപ്രൈസ് ആയിട്ട് കേക്കും കൊടുത്തു. പിന്നെ അമ്പലത്തിലത്തെ പായസം കുടിച്ചു. കുറച്ച് പലഹാരങ്ങളൊക്കെ കഴിച്ച് നമ്മൾ ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചിട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.